ഈ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, അദ്ദേഹം എല്ലാവർക്കും അറിയാം. ഉള്ളൂർ എസ് പരമേശ്വർ ആദ്യ ബ്രാഹ്മണനാണ്, കവിത്രയങ്ങളിൽ ഒരാളാണ്, ഗുരുവിന്റെ സമകാലീനാണ്. അദ്ദേഹം ബ്രാഹ്മണനാണെങ്കിലും അദ്ദേഹത്തിന് ഗുരുവിന്റെ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം ഗുരുവിന്റെ ഒരു ആരാധകനും ഭക്തനുമായിരുന്നു. അദ്ദേഹം ഇടക്കിടക്ക് ശിവഗിരി മഠത്തിൽ വരികയും ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ സംശയ നിവർത്തി വരുത്തി തിരിച്ചു പോകും. എങ്കിലും അദ്ദേഹം ഈ ജാതി ചിന്തയിൽ അദ്ദേഹത്തിന് അത്ര സ്വതന്ത്രനാകാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഒന്നും കഴിക്കില്ല. ഒരു ദിവസം ശ്രീനാരായണ ഗുരുദേവനും ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏകദേശം 12:30 ഗുരു പറഞ്ഞു, വാ നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുദേവന്റെ വളരെ ആരാധകനാണ്, ഗുരുദേവനെ ദൈവത്തെ പോലെ കാണുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ജാതി ചിന്തയുണ്ട്. അപ്പൊ ഊണ് കഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഗുരുകുലത്തില് നമ്മുടെ ഗുരുപൂജ ഹാളിൽ ഊണ് കഴിക്കാൻ ഇരിക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഉണ്ടാകും. പറയർ, പുലയർ, ഉള്ളാടർ, ഈഴവർ, ബ്രാഹ്മണാദി എല്ലാവരും ഇരിക്കും. ഈ ജാതി ചിന്ത മനസ്സിലുള്ള ഉള്ളൂരിന് ഗുരു പറഞ്ഞതുകൊണ്ട് ഇരിക്കുവാനും അങ്ങനെ ഒരു പ്രശ്നത്തിലായി. ഗുരു അദ്ദേഹത്തെ തന്റെ വലതുവശത്തിരുത്തി. അവിടെ ഇലയിട്ടു, സദ്യ വിളമ്പി. ഗുരു പറഞ്ഞ ആരും കഴിക്കരുത്. എല്ലാം വിളമ്പി കഴിഞ്ഞപ്പോ ഗുരു പറഞ്ഞു, എല്ലാവരും നമുക്ക് ഒന്നിച്ച് ഈ പപ്പടം പൊടിക്കാമെന്നു. പറയനും ദളിതനും ഈഴവനും ബ്രാഹ്മണനും ഗുരുവും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പപ്പടം പൊടിച്ചു. അതിനുശേഷം ഗുരു വലത്തേക്ക് തിരിഞ്ഞ് ഉള്ളൂരിനോട് ചോദിച്ചു, പൊടിഞ്ഞോ? വളരെ ബുദ്ധിമാനായ ഉള്ളൂരിന് തന്റെ മനസ്സിലുള്ള ജാതി ചിന്ത പൊടിഞ്ഞോ എന്നാണ് ഗുരു ചോദിക്കുന്നത് എന്ന് മനസ്സിലായി. അദ്ദേഹം തൊഴു കൈകളോട് പറഞ്ഞു, ജാതി വെറും നീർ കുമിളയാണ്. ജാതി ഇല്ല, ജാതി വെറും കുമിളയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉള്ളൂർ എസ് പരമേശ്വരൻ എന്ന് പറയുന്ന ആദ്യ ബ്രാഹ്മണൻ ഒരു കവിത എഴുതി ലോകത്തിന് മുമ്പേ സമർപ്പിച്ചു. അത് ഇങ്ങനെയാണ്: ഹൃദയവും കണ്ണും ഉടയോരെ കേൾപ്പി, ഉദയം ചെയ്തു പോയി നവീനമാം യുഗം, അതിനിണങ്ങാത്ത പഴമയൊക്കെയും പോയി പതിക്കട്ടെ പടുകുഴിക്കുള്ളിൽ. ഇനി ഒരു മതം മനുഷ്യ സ്നേഹം, ഇനി ഒരു രാഷ്ട്രം ഈ ധരാതലം, ഇനി ഒരു ജാതി മനുഷ്യ സഞ്ചകം, ഇനി ഒരു ദൈവം ഹൃദയസ്ഥിതം ദീപം. അദ്ദേഹം പറഞ്ഞത്, ഹൃദയവും കണ്ണുമുള്ള സഹോദരരെ കേൾക്കൂ, ഇവിടെ ഒരു പുതിയ യുഗം ഉദയം ചെയ്തിരിക്കുന്നു. നിങ്ങളത് കാണും. ഇവിടെ മതവും ജാതിയും ഒന്നുമല്ല. ഒരു ജാതി മനുഷ്യജാതി, ഒരു ദൈവം ഹൃദയസ്ഥിതം ദീപം. ആ ദൈവം എന്ന് പറയുന്നത് ഹൃദയത്തിൽ വിളങ്ങുന്ന വെളിച്ചമാണ്. ഒരു രാജ്യം, ഈ ഭൂമി. ഒരു നിമിഷം കൊണ്ടാണ് ആദ്യ ബ്രാഹ്മണനായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ജാതി ചിന്ത ശ്രീനാരായണ ഗുരു മാറ്റിക്കളഞ്ഞത്. ഇന്ത്യയുടെ